ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബൈരാമി. ഇന്ന് നമ്മളൊരു DIY നൈറ്റ് ക്രീം ആണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണ ഒരു നൈറ്റ് ക്രീമാണ്. വെറും 7 ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾ കണ്ടറിയാം കേട്ടോ. അപ്പോൾ അത്ര നല്ല നൈറ്റ് ക്രീമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും സുലഭമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ക്യാരറ്റ്. ഈ ഒരു വെജിറ്റബിളും മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ ഞാനൊരു 10 ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ ക്യാരറ്റും പിന്നെ ഒരു കുട്ടി ക്യാരറ്റ് നല്ലപോലെ തൊലി കളഞ്ഞതേ ഇതുപോലെ കഴുകി ഒന്ന് അരിഞ്ഞ് വെക്കുക കേട്ടോ. അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ അരച്ചല്ല, ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലെ ചതച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇതാണ് നമുക്ക് നീരെടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമുള്ളത്. അപ്പം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ അരിപ്പയിൽ വെച്ചിട്ട് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. നമുക്കറിയാം ക്യാരറ്റിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് റിപ്പയർ ചെയ്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റൺ ആക്കാനും അതുപോലെ നല്ലൊരു ഗ്ലോ തരാനും ഒക്കെ ഈ ഒരു ക്യാരറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ചോളപ്പൊടി. നിങ്ങളുടെ വീട്ടിൽ ചോളപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂവപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂവപ്പൊടിയും ബെസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ചോളപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക കേട്ടോ. ഈ കട്ടക്കട്ടയായിട്ടൊന്നും കിടക്കാണ്ട് നല്ലപോലെ ഇളക്കി ആ ഒരു ക്യാരറ്റ് ജ്യൂസുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ നല്ലപോലെ കൈ എടുക്കാണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒരു ക്രീം പോലെ ആക്കിയെടുക്കുക. ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കാച്ചില്ലേ, അപ്പോൾ അതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാൻ പോവാണ്. നല്ല തിളച്ച വെള്ളത്തിൽ വെച്ചിട്ട് ഇതുപോലെ കൈ എടുക്കാണ്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് ഞാനതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും പിന്നെ ഒന്ന് ഗ്ലിസറിനുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ ഇതിൽ പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി പോണത്. കാരണം നമ്മൾ 10 ദിവസമൊക്കെ ഇരുത്തി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ക്രീം കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വൈറ്റമിൻ ഇ എന്തായാലും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഗ്ലിസറിൻ നമുക്കറിയാം സകല ബോഡി ലോഷനിലും മേക്കപ്പ് പ്രോഡക്ട്സിലും അതുപോലെ തന്നെ നമ്മുടെ സോപ്പിലും ഒക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഗ്ലിസറിൻ. അത് നമ്മൾ ഈ ഒരു ക്രീമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെത് വന്നിട്ട് ഓയിൽ സ്കിന്നാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഗ്ലിസറിൻ എടുത്തത്. നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെത് ഓയിൽ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്രീം പക്ക അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു നൈറ്റ് ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു 10 ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ളത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. യാതൊരു കളർ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സാധാ ഒരു ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ എന്താണ് ഒരു ഫേസ് പാക്ക് ഇടുന്നത് പോലെ ഒന്നും ഇല്ല. ഇത് നമ്മളൊരു ക്രീം ഇടുന്നത് പോലെയുള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടോ. നൈറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോയും കൂടി ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിരിക്കണം. വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നുമല്ല. സാധാരണ നമ്മൾ ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യേണ്ട. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മൾ ഫേസിൽ എല്ലായിടത്തേക്കും ഇങ്ങനെ തേച്ചതിന് ശേഷം എല്ലായിടത്തും ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് എല്ലായിടത്തേക്കും പറ്റിച്ചു കൊടുക്കുക. നമ്മളെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലുള്ള ഡിസ്കളറേഷനൊക്കെ മാറാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയുള്ള ഒരു കറുത്ത മാർക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത്. എൻ്റെ ഫേസ് വന്നിട്ട് പക്ക ഓയിൽ സ്കിന്നാണ്. എൻ്റെ സ്കിന്നിൽ ആവശ്യം പോലെ മുഖക്കുരു അതുപോലെ മുഖക്കുരു വന്നിട്ട് പോയ പാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് മുഖക്കുരു വരുന്നില്ല. ആ പാടുകളൊക്കെ നല്ലപോലെ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് തുടങ്ങിക്കോളാം. ഇത് നല്ലപോലെ ഉറങ്ങാം കേട്ടോ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.